morning, students. Today we are going to discuss work cloud-based recovery. Is it audible? Ma'am, full. Am I audible? Audible Yes, ആണോ? miss. Yes, miss. Start. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 9:50 ആയി. ബിഫോർ 10:30 ഞാനത് ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനുശേഷം 1 hour നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റില് കുറച്ച് എ ബാച്ചിലെയും ബി ബാച്ചിലെയും കുറച്ച് റോൾ നമ്പേഴ്സ് ഓൾറെഡി ഞാൻ ആ ഷീറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ റോൾ നമ്പേഴ്സ് ഉള്ള സ്റ്റുഡൻസ് ഗൂഗിൾ മീറ്റിൽ സ്റ്റേ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. അവരോട് ഓറൽ എക്സാം ആയിരിക്കും. ഇന്നത്തെ മാർക്കിൽ അവരാണ് വീണത്. നെക്സ്റ്റ് ഡേ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും. സോ ആ ഓറൽ എക്സാം തരുന്ന ആൾക്കാര് റിട്ടേൺ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ റിട്ടേൺ എക്സാം എഴുതി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് 11:30 മുമ്പ് ഫിനിഷ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ 11:30 മുമ്പ് ഫിനിഷ് ചെയ്യണമെന്നില്ല. ബിഫോർ 6 o'clock നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് ചെയ്താൽ മതി. പക്ഷെ ഫിനിഷ് ചെയ്യുന്ന സാധനങ്ങൾ വെറുതെ എഴുതാൻ വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അതെന്താണ് എന്ന് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നേരത്തെ നടത്തിയതുപോലെ തന്നെ എക്സാം ഒരു ഇവാലുവേഷനായിട്ട് എടുക്കോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഇന്റേണൽ അല്ല എങ്കിൽ ഈ മാർക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അതല്ല എങ്കിൽ ചിലപ്പോൾ ഈ മാർക്ക് കൺസിഡർ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. ഇൻ കേസ് ഈ പ്രാവശ്യം പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് എഴുതാം. പക്ഷെ വൺസ് അപ്ലോഡ് ചെയ്യുന്നവരുടെ ഞാൻ നെക്സ്റ്റ് ഡേ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്ത സാധനം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. പിന്നെ ഓറൽ എക്സാം ഉള്ള കുട്ടികളും പേടിക്കണ്ട. പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഏതായാലും നിങ്ങൾ ഇപ്പൊ എന്ത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതിനാണ് നിങ്ങൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞത്. മാം, ഓറൽ ഇല്ലാത്ത റോൾ നമ്പേഴ്സ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനാണ്. ഓറൽ ഇല്ലാത്ത റോൾ നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഇത് ആൻസർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനാണ്. ആൻസർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തുള്ള തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ എഴുതണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ബാക്കി ആ പ്രോബ്ലംസ് ചെയ്ത് പിന്നെ ഇട്ടാൽ മതി. ഒരു ഇയർ ഡയഗ്രാം, ഒരു റിലേഷൻ ഓൾജിബ്രയുടെ ഒരു 5 ക്വറി ഉണ്ട്, അത് രണ്ടും ചെയ്താലും മതി. പക്ഷെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാതിരിക്കണം. ഓക്കെ. നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ള ID വെച്ച് കയറണേന്ന്. ഗ്രൂപ്പിൽ എല്ലാവരുടെയും ജിമെയിൽ അക്കൗണ്ട് അല്ലേ കിടക്കുന്നത്? ആ സെയിം അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്തായാലും ജി സ്യൂട്ട് അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ജിമെയിൽ ആണെങ്കിലും ഒരേപോലെ അല്ലേ? Okay, log-based recovery. Log means it is a structure which keeps track of all the transaction operations that affects the value of the database items. അതായത് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ വേരിയബിൾസിന്റെയും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ആക്ച്വലി ലോഗ് എന്ന് പറയുന്നത്. ഈ ലോഗിൽ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് ആണ് പിന്നീട്
ആക്ച്വൽ ഡേറ്റാബേസിലേക്ക് മാറ്റപ്പെടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം റിക്കവറി നടക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാം കൺകറൻസി കൺട്രോൾ ടെക്നിക്സ് എത്ര യൂസ് ചെയ്താലും പല ട്രാൻസാക്ഷൻസും ഫെയിൽ ആകും. ആ ഫെയിൽ ആകുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. സോ റിക്കവറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനായിട്ട് ആകെപ്പാടെ ലോഗ് ബേസ്ഡ് റിക്കവറി മാത്രമേ ഉള്ളൂ. ലോഗ് ബേസ്ഡ് റിക്കവറിയിൽ 2 ടെക്നിക്സ് ഉണ്ട്. ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനും ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനും 2 ടെക്നിക്സ് ലോഗ് ബേസ്ഡ് റിക്കവറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഈ 2 ടെക്നിക്കുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതല്ലാതെ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ റിക്കവറി മെത്തേഡ്സ് ഓൾറെഡി ഉണ്ട്. ഷാഡോ പേജിംഗ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നിങ്ങൾക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. So log-based recovery. Log is a structure which keeps track of all the transaction operations that affect the value of the database items. ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റ് ഓപ്പറേഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ശരിക്കും ലോഗ് എന്ന് പറയുന്നത്. ലോഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദ റിക്കവറി പ്രോസസ്സ്. ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എപ്പോഴും ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് എപ്പോഴും നമ്മൾ ഡേറ്റാബേസിലേക്ക് പെർമനന്റ്ലി റൈറ്റ് ചെയ്യുന്നത്. ഇനി ലോഗ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ മെയിൻലി 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഗ് റെക്കോർഡ്സ് ആർ പോസിബിൾ. ഇതിൽ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ ടി. Start transaction T means that it records that the transaction T has started its execution. That means start T1 എന്ന് കൊടുത്താൽ അതിന്റെ മീനിങ് start T1 എന്ന് കൊടുത്താൽ അതിന്റെ മീനിങ് transaction T1 has started its execution. Transaction T1 has started its execution. Start T1. Second record is write T X old value new value. That means the transaction T has changed the value of the data item X from old value to a new value. That means write T1 X 1020 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ the transaction T1 has changed the value of X from 10 to 20. Clear ആണോ ഇത്രയും? സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ ഞാൻ എഴുതാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആണോ? സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ start T1 means the transaction T1 has started its execution. Write TX old value new value. That means write T1 X 1020. The transaction T1 has changed or updated the value of the data item X from 10 to 20. Next, read TX. The transaction read the value of the data item X. Read T1 X. Suppose the value of X is 50. The transaction T1 got the value of X as 10. X as 50. Then 2 more operations records are there. Commit T, that means it records that the transaction T has completed successfully. Abort T, transaction T has aborted its operation. ഇങ്ങനെ 5 റെക്കോർഡ്സ് ആണ് ലോഗിലുള്ളത്. ഈ 5 റെക്കോർഡ്സിന്റെ ബേസിലാണ് റിക്കവറി നടത്തുന്നത്. നമ്മൾ ഈ റിക്കവറി നടത്തുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഓപ്പറേഷൻസ്, ഒന്ന് അൺഡു ഓപ്പറേഷനും ഒന്ന് റീഡു ഓപ്പറേഷനും ആണ്. ഈ അൺഡു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണോ, ഇപ്പൊ സപ്പോസ് ഒരു ട്രാൻസാക്ഷൻ ഫെയിലായി, ആ ട്രാൻസാക്ഷന്റെ എല്ലാ വാല്യൂസും പ്രീവിയസ് വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഒരു അക്കൗണ്ട് എയിൽ നിന്നും 1000 rupees ബി അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സമയത്ത് എന്തോ എറർ വന്നു, ട്രാൻസാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ
ട്രാൻസാക്ഷൻ അബോർട്ടായി. ആ ഒരു കേസിൽ എന്ത് സംഭവിക്കണം? എയുടെ വാല്യൂം ബിയുടെ വാല്യൂം പ്രീവിയസ് വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഈ പ്രീവിയസ് വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അൺഡു ഓപ്പറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. റീഡു ഓപ്പറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ദ എഫക്ട് ഓഫ് ദ ലോഗ് റെക്കോർഡ്. അത് ലോഗിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യുന്നു. പെർമനന്റ്ലി റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റീഡു ഓപ്പറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ അവിടെ ഇതുവരെ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ റീഡു, അൺഡു, ലോഗ് റെക്കോർഡ്സ്, 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഗ് റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് തിയറി ഞാൻ ഇട്ടിട്ടുണ്ട് സ്ലൈഡിൽ, അതവിടെ കിടന്നോട്ടെ. Suppose we have two transactions T0 and T1. The operations are, is it visible? Visible ആണോ? വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ. First log-based recovery is deferred database modification. In deferred database modification, it records all the modifications to the log, but defers all the rights to the right to after partial commit. എന്താണ് partial commit കൊണ്ട് മീൻ ചെയ്യുന്നത്? partially committed state, അതായത് ഒരു ട്രാൻസാക്ഷൻസിന്റെ എല്ലാ ആക്ഷൻസും എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്തു, ബട്ട് ദ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് കമ്മിറ്റഡ് അറ്റ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്. When the transaction enters in a partially committed state means all the operations inside the transaction is completed. അങ്ങനെ അതായത് ശരിക്കും ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ എന്ത് ഒരു ട്രാൻസാക്ഷൻ ഏതൊക്കെ ഡേറ്റ ഐറ്റംസിനെ മോഡിഫൈ ചെയ്തു ആ മോഡിഫൈ ചെയ്ത ഡേറ്റ ഐറ്റംസ് എല്ലാം ലോഗ് റെക്കോർഡിൽ അപ്ഡേറ്റഡ് ആവും. എന്നിട്ട് ലോഗിൽ നിന്നും ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാൻ കുറച്ച് കാലതാമസം വരുത്തും. ലോഗിൽ നിന്നും ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യുന്നത് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്, അതായത് എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്തിൽ ചെയ്യുന്നത്? ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ. അതായത് ഒരു ട്രാൻസാക്ഷന്റെ TI സ്റ്റാർട്ടും TI കമ്മിറ്റും ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യും. TI സ്റ്റാർട്ടും TI കമ്മിറ്റും ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ ട്രാൻസാക്ഷൻ വിച്ച് ഇസ് സ്റ്റാർട്ടഡ് ആൻഡ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. സോ ആ രണ്ട് റെക്കോർഡ്സും ഉണ്ടെങ്കിൽ ലോഗ് റെക്കോർഡ്സ് നോക്കും. ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ ലോഗ് റെക്കോർഡ്സിൽ എന്തൊക്കെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ദാറ്റ് അപ്ഡേറ്റഡ് വാല്യൂസ് ആർ അപ്ഡേറ്റഡ് ഇൻ ദ ഡേറ്റാബേസ് ഓൾസോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് deferred database modification. Deferred database modification ഫസ്റ്റ് ഓരോ വാല്യൂസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റാബേസിൽ പോയി അപ്ഡേറ്റ് ചെയ്യില്ല, പകരം ലോഗ് റെക്കോർഡ്സിൽ മാത്രമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ലോഗ് റെക്കോർഡ്സ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡേറ്റാബേസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, പാർഷ്യലി കമ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ T0 A is equal to A minus 50 write A, read B, B is equal to B plus 50 write B. ഇവിടെ 3 ലോഗ് റെക്കോർഡ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ T0 സ്റ്റാർട്ട്, second one T0 A 950. The initial value of A is 1000. So A is decremented by 50, so the value of A become 950. The initial value of B is
2000. So T0 update the value of B as 2050. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റം ക്രാഷ് ആയി. അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസിലെ ഓപ്പറേഷൻസ് ഒരു തവണ കൂടി കാണിക്കാം. സിയുടെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 700 ആണ്. സെക്കൻഡ് കേസിൽ T0 സ്റ്റാർട്ട് ചെയ്തു. T0യിൽ എയുടെ വാല്യൂ 950 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. A is equal to 1000 minus 50. ബിയുടെ വാല്യൂ 2000 plus 50 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ബിയുടെ വാല്യൂ T0 കമ്മിറ്റ് ചെയ്തു. T0 എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. നെക്സ്റ്റ് T1 സ്റ്റാർട്ട് ചെയ്തു. T1ന്റെ C 700 100 മൈനസ് ചെയ്ത വാല്യൂ 600 ആക്കി മാറ്റി. ആ ഒരു സമയത്ത് വീണ്ടും സിസ്റ്റം ക്രാഷ് ആയി. നെക്സ്റ്റ് T0 സ്റ്റാർട്ട് ചെയ്തു. എയുടെ വാല്യൂ 950 ആക്കി. ബിയുടെ വാല്യൂ 2050 ആക്കി. T0 കമ്മിറ്റ് ചെയ്തു. T1 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. T1 C 600. T1 update the value of the data item C was 600. Then T1 also committed. ഇതാണ് സപ്പോസ് ഒരു ലോഗ് റെക്കോർഡ്സിന്റെ അവസ്ഥയെങ്കിൽ ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ എങ്ങനെ ഇത് നടക്കും? കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ കാണിച്ച ഒരു ലോഗ് റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഓൾഡ് വാല്യൂ, ന്യൂ വാല്യൂ, റൈറ്റ്. അത് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിലാണ് ആ ഒരു സിന്റാക്സ് യൂസ് ചെയ്യുന്നത്. കാര്യം ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷന്റെ കേസിൽ നമുക്ക് പലപ്പോഴും ഓൾഡ് വാല്യൂവിന്റെ ആവശ്യമില്ല. അതെന്താന്ന് പറയാം. ന്യൂ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതായത് T0 സ്റ്റാർട്ട് മുതൽ T0 കമ്മിറ്റ് വരെ അതായത് ഒരു ട്രാൻസാക്ഷൻ TI സ്റ്റാർട്ട് ടു TI കമ്മിറ്റ് വരെ പ്രസന്റ് ആണെങ്കിൽ that values are updated to the database. Otherwise the log record is discarded. അതാണ് ഡെഫേർഡ് ഡേറ്റാബേസിന്റെ മെയിൻ. അതായത് ഒരു TI സ്റ്റാർട്ട് മുതൽ TI കമ്മിറ്റ് വരെയുള്ള ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആ ലോഗ് റെക്കോർഡ്സിനെ എന്ത് ചെയ്യും? ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതർവൈസ് ദ ലോഗ് റെക്കോർഡ് ഈസ് ഡിസ്കാർഡഡ്. ഇവിടുത്തെ കേസിൽ എയുടെ കേസിൽ T0 സ്റ്റാർട്ട് ഉണ്ട്, T0 കമ്മിറ്റ് ഇല്ല. കേസ് എ T0 കമ്മിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യാം. സെക്കൻഡ് കേസിൽ എന്ത് സംഭവിക്കും? ഏത് ട്രാൻസാക്ഷനെ അപ്ഡേറ്റ് ചെയ്യണം, ഏത് ട്രാൻസാക്ഷനെ ഡിസ്കാർഡ് ചെയ്യണം? T0 കമ്മിറ്റ് ചെയ്യും, T1 ഡിസ്കാർഡ് ചെയ്യും. അതായത് T0യുടെ വാല്യൂ T0 സ്റ്റാർട്ടും ചെയ്ത് T0 കമ്മിറ്റ് ചെയ്തുകൊണ്ട് T0യുടെ ഓപ്പറേഷൻസ് റീഡു ചെയ്യും. റീഡു മീൻസ് the updated value in the transaction T0 as updated to the database. അതായത് എയുടെ വാല്യൂ 950 ആയിട്ട് ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ബിയുടെ വാല്യൂ 2050 ആയിട്ട് ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യും. Discard the operations inside T1. That means TI സ്റ്റാർട്ട് മുതൽ ഉള്ള ഓപ്പറേഷൻസ് ഡിസ്കാർഡ് ചെയ്യും. TI സ്റ്റാർട്ട് മുതൽ ഓപ്പറേഷൻസ് ഡിസ്കാർഡ് ചെയ്യും. സെക്കൻഡ് കേസിൽ അൺഡു ഓപ്പറേഷൻ അൺഡു ചെയ്യും. T0 റീഡു ചെയ്യും. നെക്സ്റ്റ് സി കേസിൽ എന്ത് സംഭവിക്കും? കേസ് സി രണ്ടും റീഡു ചെയ്യണം. T0യിലും T0 സ്റ്റാർട്ട് T0 കമ്മിറ്റ് ഉണ്ട്, T1 ട്രാൻസാക്ഷനും സ്റ്റാർട്ട് കമ്മിറ്റ് ഉണ്ട്. സോ ഇൻസൈഡ് ദ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റീഡു ചെയ്യണം. അതായത് എയുടെ വാല്യൂ 950 ആക്കി, ബിയുടെ വാല്യൂ 2050 ആക്കി, അതേപോലെ തന്നെ സിയുടെ വാല്യൂ 600 ആക്കി. ക്ലിയർ ആണോ?
deferred database modification? No response. Is it clear? ലാസ്റ്റ് കേസ് ഒന്നുകൂടി പറയാൻ പറ്റും? ഓക്കെ, ലാസ്റ്റ് കേസില് രണ്ട് ട്രാൻസാക്ഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ? T0യുടെ കേസിൽ T0 സ്റ്റാർട്ടും ഉണ്ട് T0 കമ്മിറ്റും ഉണ്ട്. ദാറ്റ് മീൻസ് ലോഗ് റെക്കോർഡ് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ് T0 സ്റ്റാർട്ടും T0 കമ്മിറ്റും ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. T0 കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ T1 സ്റ്റാർട്ടും T1 കമ്മിറ്റും ഉള്ളത് കൊണ്ട് T1 ട്രാൻസാക്ഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് റെക്കോർഡിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്തു. നമ്മളിപ്പോ ചെയ്യുന്ന ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ആണ്. ഒറിജിനൽ ഡിസ്ക് ഡേറ്റാബേസ് ഇരിക്കുന്ന ഡിസ്കിൽ ഡേറ്റാബേസിന്റെ പോർഷനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആ അപ്ഡേഷൻസ് നടക്കണമെങ്കിൽ ലോഗ് റെക്കോർഡിലുള്ള വാല്യൂ ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യണം. വേണമല്ലോ. നമ്മൾ ഓപ്പറേഷൻസ് ചെയ്തു, ആ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റഡ് വാല്യൂസ് ലോഗിൽ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസാക്ഷന്റെ വാല്യൂസ് ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്തു. രണ്ട് കേസില് എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സിയുടെ വാല്യൂം ചെയ്തു. അതായത് രണ്ട് കേസിന്റെയും എല്ലാ ഓപ്പറേഷൻസും എങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തു? ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ റീഡു ഓപ്പറേഷൻസ് ആണ്. റീഡു ടിയും T0യും റീഡു T1 ആണ് ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ റീഡു T0യും അൺഡു T1ഉം. ഫസ്റ്റ് കേസ് അൺഡു T0. ഇതാണ് ഓപ്പറേഷൻസ് വരുന്നത്. ഫസ്റ്റ് കേസ് അൺഡു T0, ദാറ്റ് മീൻസ് ദ ട്രാൻസാക്ഷൻ discards the log records. In the second case, we redo the transaction T0 and undo the transaction T1. That means we updated the value of the transaction T0 to the database, but discarded all the entries of the transaction T1. In the third case, we redo both the transactions, redo T0 as well as redo T1. Clear ആണോ Emmanuel? ഇതാണ് deferred database modification. So next one is immediate database modification. ഈ ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ എപ്പോഴും നമുക്ക് ഓൾഡ് വാല്യൂം വേണം, ന്യൂ വാല്യൂം വേണം. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ allows the database updates of an uncommitted transaction to be made as the rights are issued. ഓരോ റൈറ്റ് കഴിയുമ്പോഴും എന്ത് ചെയ്യും? അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾഡ് റെക്കോർഡ്സും വേണം, ന്യൂ റെക്കോർഡ്സും വേണം. എന്നാൽ മാത്രമേ നമുക്ക് റിക്കവറി കൃത്യമായിട്ട് നടക്കുള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. ABC ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷന്റെ ട്രാൻസാക്ഷൻസ് സെയിം ആണ്. നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഇത് സൂം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിസിബിൾ ആണോ? സൂം ചെയ്യണോ? ഓക്കെ, ഫസ്റ്റ് കേസില് transaction T0 set the value of the data item A to 950 from the old value is 1000.
Again, the transaction T0 set the value of the data item B as 2050 in the transaction. In case A, case A യിൽ T0 വാല്യൂ T0 എയുടെ വാല്യൂ 950 ആക്കി 1000 അതുപോലെ ബിയുടെ വാല്യൂ 2000 2050 ആക്കി. ആ സമയത്ത് സിസ്റ്റം ക്രാഷ് ആയി. സെക്കൻഡ് കേസിൽ T0 ഓപ്പറേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു. പക്ഷെ T1ന്റെ സി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 700 വാല്യൂ 600 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? സിസ്റ്റം ക്രാഷ് ആയി. ഓക്കെ, നെക്സ്റ്റ് കേസിൽ T0 സ്റ്റാർട്ട് ചെയ്തു, T0 കമ്മിറ്റ് ചെയ്തു, നോ പ്രോബ്ലം. T1 സ്റ്റാർട്ട് ചെയ്തു, T1 കമ്മിറ്റ് ചെയ്തു, അവിടെയും ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ എങ്ങനെ റിക്കവറി നടക്കും? ഫസ്റ്റ് കേസിൽ T0 ഫുള്ള് നടന്നിട്ടില്ല. എയുടെ വാല്യൂം ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ആയി, ബിയുടെ വാല്യൂം ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ആയി. ബിക്കോസ് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ടും ഡേറ്റാബേസിൽ അപ്ഡേറ്റഡ് ആയി. അതായത് എയുടെ വാല്യൂ 950 ആക്കി ഡേറ്റാബേസ് തന്നെ ചേഞ്ച് ചെയ്തു, ലോഗിൻ മാത്രമല്ല. ബിയുടെ വാല്യൂ 2050 ആക്കി ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തു. സോ എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യും? അൺഡു T0 ചെയ്യുക. ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ആണ്. T0 സ്റ്റാർട്ട് ഈസ് പ്രസന്റ് ബട്ട് നോട്ട് T0 കമ്മിറ്റ് ഈസ് പ്രസന്റ്. അങ്ങനെ വരുന്ന ഒരു ട്രാൻസാക്ഷന് T0 സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഓപ്പറേഷനെയും അൺഡു ചെയ്യും. T0 സ്റ്റാർട്ട് പ്രസന്റ് ആണ്, ബട്ട് T0 കമ്മിറ്റ് ഈസ് നോട്ട് പ്രസന്റ്. അങ്ങനെ വരുന്ന കേസിൽ the transaction undo T0, അതായത് ട്രാൻസാക്ഷൻ എയുടെ വാല്യൂ 950 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു, സോറി 1000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും, ബിയുടെ വാല്യൂ 2000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾഡ് വാല്യൂ വേണ്ടത്. മറ്റേ കേസിൽ അങ്ങനെ ഒരു കേസേ വരുന്നില്ല. നമ്മൾ ലോഗ് അങ്ങ് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ ലോഗ് ഡിസ്കാർഡ് ചെയ്താൽ മാത്രം പോരാ, ഡേറ്റാബേസിൽ ആ മോഡിഫിക്കേഷൻസ് നടത്തണം. സെക്കൻഡ് കേസിൽ ട്രാൻസാക്ഷൻ T0 സ്റ്റാർട്ട് ചെയ്തു, T0 കമ്മിറ്റ് ചെയ്തു. സോ T0യുടെ വാല്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ ഏതെങ്കിലും വാല്യൂസ് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു റീഡു T0. അതായത് ഡേറ്റ ഇപ്പൊ ലോഗിൽ എന്താണോ വാല്യൂസ് ഉള്ളത് ആ വാല്യൂസ് ഒന്നുകൂടി റൈറ്റ് ചെയ്യും ഡേറ്റാബേസിൽ. മിക്കവാറും ഒക്കെ അത് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും വാല്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡു T0 ചെയ്യുന്നത്. പക്ഷെ T1ന്റെ ഓപ്പറേഷൻസ് ഇൻകംപ്ലീറ്റ് ആണ്. That means T0 start is present but T0 commit is not present there. So we can redo T1. T1ന്റെ വാല്യൂ അത് T1 ആകെ ഒരു C എന്ന് പറയുന്ന ഡേറ്റ ആയിട്ടിനെ മോഡിഫൈ ചെയ്തത്. ദാറ്റ് മീൻസ് അതിനെ 600 ആയിട്ടായിരുന്നു മോഡിഫൈ ചെയ്തത്. സോ ഓൾഡ് വാല്യൂ 700ലേക്ക് അപ്ഡേറ്റ് ചെയ്തു. തേർഡ് കേസിൽ both T0 and T1 is successfully completed. So രണ്ട് കേസിലും രണ്ട് ട്രാൻസാക്ഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. സിൻസ് both transaction contains start record as well as commit record. T0 സ്റ്റാർട്ടും T0 കമ്മിറ്റും ഉണ്ട്, T1 സ്റ്റാർട്ടും T1 കമ്മിറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ട്രാൻസാക്ഷനെയും റീഡു ചെയ്യാം. റീഡു T0, റീഡു T1. സോ എയുടെയും ബിയുടെയും വാല്യൂ 950 2050 ആക്കി മാറ്റും. അതുപോലെ സിയുടെ വാല്യൂ 600 ആക്കി മാറ്റും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്രേ ഉള്ളൂ സാധനം. ഇത് നിങ്ങളുടേതായ എക്സാമ്പിൾസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എക്സാം ഹോളിൽ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കരുത്. ലോഗ് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് വേണം പോവാൻ. ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസ് ഓപ്പറേഷൻസ് ഒക്കെ എടുക്കാം. ഇത്രേ ഉള്ളൂ എന്നിട്ടുള്ള കണ്ടന്റ്. നിങ്ങൾക്ക് അതില്ല എത്ര വേണമെങ്കിലും ഇലാബറേറ്റ് ചെയ്യാം. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് മിക്കവാറും ചോദിക്കുന്നത്. ഒരെണ്ണം തന്നെ 10 മാർക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ഓർ ഡെഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻസ്. ക്ലിയർ ആണോ? ഇമ്മീഡിയറ്റും ഡെഫേർഡും ഒരു റെസ്പോൺസും ഇല്ല. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?
അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 6th മോഡ്യൂളിൽ ഞാൻ എടുക്കാനുള്ള ടോപ്പിക്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റിയുടെയും വ്യൂ സീരിയലൈസബിലിറ്റിയുടെയും പ്രോബ്ലം അന്ന് ഗ്രാഫ് വരച്ച് ചെയ്തപ്പം കുറച്ച് കുട്ടികളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാഫൊക്കെ വരച്ച് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ചെയ്തപ്പം അത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, വെറുതെ കിട്ടുന്ന മാർക്കുമാണ്. അത് വേണമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാം. അതോടെ 6th മോഡ്യൂൾ കഴിയും. തിരിച്ച് നമുക്ക് 3ഡിലേക്കോ 5ത്തിലേക്കോ വരാം. സോ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ, ഇഷ്യൂസ് ഇല്ലാത്തവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ.